കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മളോട് കൂടെ ഉള്ളത് Q&B ഹെൽത്ത് കെയറിലെ ഡോക്ടർ ഭാഗ്യ, ഡോക്ടർ ആര്യ. ഇന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്നുള്ള സാധനമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ക്യൂർ ചെയ്യുന്നതിന് ഉപരി നമുക്ക് എങ്ങനെ ഒരു ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏത് തരം ആയിക്കോട്ടെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റ് ലിവർ, തൈറോയിഡ്, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെ വരാതിരിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ നമുക്ക് ഇത് വന്നാൽ തന്നെ നമുക്ക് എങ്ങനെ നമുക്കത് സിമ്പിളായിട്ട്, ഇത് പലപ്പോഴും പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷനാണ്, ഇത് ഒരിക്കലും നമ്മളൊരു ഈ പ്രഷർ ഡയബറ്റിക് ഒക്കെ വന്നാൽ തിരിച്ചു വരില്ല എന്നാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ നമുക്ക് എങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ഡോക്ടേഴ്സിനോട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ലൈഫ് സ്റ്റൈൽ വരുത്തുന്ന മോഡിഫിക്കേഷൻ വഴി തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കൂടുതലും ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ മെഡിസിൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം മെഡിസിൻസ് കഴിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ മെഡിസിൻസ് എനിക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ളൊരു ചാൻസ് വരാതിരിക്കുമോ, അങ്ങനെയൊക്കെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുത്തുന്ന ചില മോഡിഫിക്കേഷൻ വഴി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഭക്ഷണത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ. ഇതിൽ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടില്ല ഭക്ഷണങ്ങളാണല്ലോ ഇപ്പോൾ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഭക്ഷണം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വ്യായാമത്തിൻ്റെ കുറവും എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡാണ്. എന്താണ് എളുപ്പം കിട്ടുന്നത് അതിലേക്കാണ് ഇപ്പം ആൾക്കാർ പോണത്. അതേ ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് എല്ലാവരും ഇപ്പോൾ അതാണ് ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി വരിക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് എന്താണോ അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാം. ഇപ്പോൾ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയണത് പട്ടിണി കിടക്കണോ, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാവോ, എനിക്ക് ആ പ്രശ്നമില്ല ഈ പ്രശ്നമില്ല എന്നൊക്കെ അവർ പറയാം. പക്ഷേ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും വേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണ്ടാത്തത് എന്താണോ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുമ്പം നമ്മുടെ ഡയറ്ററി മാനേജ്മെന്റും അതുപോലെ എക്സസൈസും ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഞാനതിൽ ഇപ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ നമ്മൾക്ക് എക്സസൈസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യത്തോളം, നമ്മളിപ്പോൾ ക്ലിനിക്കിൽ വരുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ അറിയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് കണ്ടെത്തിയൊരു സാധനം എന്താ വെച്ചാൽ, ഈ വീട്ടിലുള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സെയിം ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അസുഖം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, നമ്മൾ എക്സസൈസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമ്മൾ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളെ അമ്മമാർ, അല്ല ഈ പ്രായമുള്ള അച്ഛന്മാരൊക്കെ, അമ്മമാരെ കാര്യം തന്നെ എടുക്കുക, അവർ ഒരുപാട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളൊന്നും. പക്ഷെ അവർക്കും എന്തുണ്ട്, ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ, ഡയബറ്റിസ്, ബാക്കി എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നമുക്ക് അതിൽ മേജർ പാർട്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണം തന്നെയാണ് നമ്മളെ അസുഖങ്ങളിലേക്ക് എത്തിക്കുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് മെയിനായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മെയിനായിട്ടുള്ള കാര്യം ചോറ് തന്നെ. ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റീപ്ലേസ് ചെയ്ത് ചിലർ പറയും ചപ്പാത്തി കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നില്ല, ചോറ് നിർത്തിയെന്ന്. ഈ ചോറും ചപ്പാത്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് 2% വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ കാർബിൻ്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ നിർത്തുവാണെങ്കിൽ ചോറ്, ചപ്പാത്തി, അല്ലെങ്കിൽ പഞ്ചസാര, മെയിനായിട്ട് പഞ്ചസാര ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല. എല്ലാം മധുരത്തിലാണ്. ചായ തൊട്ട് നമ്മുടെ നൈറ്റ് കഴിക്കുന്ന സാധനത്തിൽ വരെ നമ്മൾ പഞ്ചസാര ചെറിയ അളവില്ലെങ്കിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ നിന്നൊരു ക്യൂർ വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പറയും, നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും പാരൻസിന് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹിസ്റ്ററി എന്ന് പറയുമ്പം നമുക്ക് അവർ കൊണ്ടുവന്നൊരു ഡയറ്ററി മാനേജ്മെൻറ്റ് ഉണ്ട്. അതായത് നമുക്ക് അവർ ഫോളോ ചെയ്ത് വന്നത്, ഇന്ന് രാവിലെ നമ്മൾ ഇപ്പം പത്തിരിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പത്തിരി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള സാധനമാണ്, നമ്മളെല്ലാവർക്കും അത് പഠിപ്പിച്ച് വരും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കേണ്ടതാണ്. ആ ഒരു പ്രോട്ടോക്കോളാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. ആ ഒരു പ്രോട്ടോക്കോളിൽ ശീലിക്കുമ്പം എല്ലാവർക്കും അതുപോലെ തന്നെ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പം മാനേജ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, ഈ കാർബ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഈ അസുഖങ്ങൾക്കൊക്കെ മാറാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ, നമുക്ക് ഈ പറഞ്ഞ ഡയബറ്റിക് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും?
പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കാരണം പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിനെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കണ്ടുവരുന്നത്. ഇപ്പോൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ പണ്ടത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മൾ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്നുണ്ട്. എന്താ ചേഞ്ചസ് വന്നത് അവിടെ? നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു. നമ്മൾ പണ്ട് ചോറും ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടുള്ളൊരു കായിക അധ്വാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നുള്ള ആളുകൾക്ക് എന്താണ്, ഇപ്പം കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സമയം അവരുടെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെഡന്ററി ലൈഫാണ് അവർ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ടും അസുഖം വരുന്നത്. അപ്പം അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന സമയത്ത് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലും എടുക്കുകയാണെങ്കിൽ, ഈ ഹോട്ടൽ ഫുഡുകൾ എന്ന് പറഞ്ഞത് ഇനി അടുത്ത കാലത്ത് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ, അല്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ, എൻ്റെ ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ പറ്റുകയാണെങ്കിൽ തന്നെ വളരെ ദിവസം മാക്സിമം പോയാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമല്ല, ഓഫീസിൽ നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വർക്കിന് നോക്കുകയാണെങ്കിൽ എനിക്ക് അത് പുറത്തു പോകേണ്ടി വരും, യാത്രകളായിരിക്കും, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ റിമോട്ട് വർക്കുകളായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളാണെങ്കിലും ഒക്കെ ഒരുപാട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തതിൻ്റെ ജോബുകളായിരിക്കും ആയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാൻ പറ്റും, നമുക്ക് എങ്ങനെയായിരിക്കും അവിടെ ഒരു നല്ലൊരു ഡയറ്റ് നമുക്ക് എങ്ങനെയായിരിക്കും അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുക? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യം, നമ്മൾ കൂടുതലായിട്ടും ഈ ഫാസ്റ്റ് ഫുഡ് ഡയബറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് എന്നവർ തെളിയിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്ന ബർഗേഴ്സ് അല്ലെങ്കിൽ പിസ്സ, ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൊഴുപ്പും പ്രോട്ടീൻസും ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഷുഗറായിട്ടാണ് നമ്മൾ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാബ്സൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിലുള്ള ആളുകളോട് ചോദിക്കണം, നിങ്ങൾ മട്ട അരിയാണോ ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ റൈസിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തുക. വൈറ്റ് റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക, ഇല്ലെങ്കിൽ വൈറ്റ് റൈസ് ഒഴിവാക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൗൺ റൈസിലോട്ട് മാറുക. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡിൽ ബർഗേഴ്സ് പിസ്സ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അപ്പം നമുക്ക് വെജിറ്റബിൾസും മറ്റുള്ള കറികളൊന്നും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിലും ഡൗട്ടുള്ളൊരു കാര്യമാണ്, ചിക്കൻ കഴിച്ചൂടെ, അല്ലെങ്കിൽ നോൺ വെജ് മറ്റെന്തെങ്കിലും ബീഫ് കഴിക്കുന്ന സമയത്ത് ഷുഗർ കൂടുമോ എന്നൊക്കെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അതൊന്നും അവരിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഈ റൈസ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ, ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് ഒന്ന് കൺട്രോളിലോട്ട് കൊണ്ടുവരിക മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കറക്റ്റ് ഒരു മീൽ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് മീൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ബ്രൗൺ റൈസ് പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് തവിടുള്ള അരി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒരു പരിധി വരെ പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഫിഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയില്ല അതെപ്പം യൂസ് ചെയ്ത ഓയിലാണ്, കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. ഇപ്പം നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ, അത്രയും പ്രിഫറൻസ് ഉള്ള ആളാണെങ്കിൽ ഫ്രൈഡ് ഐറ്റംസും അതുപോലെ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള സ്പൈസി ഐറ്റംസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് അതിന് റീപ്ലേസബിൾ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ സാലഡ്സ് കൂടുതൽ കൺസ്യൂം ചെയ്യുക. റോ സാലഡ്സ് ഇപ്പോൾ ഹോട്ടൽസിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ, കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് മീലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഡയബറ്റിക് മാറാൻ വേണ്ടി, ഇപ്പോൾ ഷുഗർ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പഴങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് ശരിയാണോ? പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം പഴത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വരും. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണ് കൂട്ടുന്നത്. അപ്പം അത് കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, ഫൈബേഴ്സ് നഷ്ടപ്പെടുന്നു. ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലോട്ട് കയറുന്നത് പെട്ടെന്ന് ആ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നൊരു കാര്യമാണ്, നമുക്ക് ഈ രാത്രി സമയത്ത് ഫ്രൂട്ട്സ് മാത്രമാക്കുന്നത് നല്ലതാണോ? രാത്രി കാലങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതൊരു ഏർലി മീലാക്കുക. പൊതുവേ നമ്മുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകും. അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒട്ടും ഹെൽത്തി അല്ല. അതായത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഭക്ഷണം നല്ല ഫില്ലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഡൈജഷൻ നടക്കാതെ നമ്മുടെ ബോഡി അവിടെ കിടന്ന് നമ്മുടെ വയറ് പണിയെടുത്തുകൊണ്ടിരിക്കുക ആ സമയത്ത്. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഒരു 7 മണി ആ സമയത്ത്, ഒരു 6 മണി 7 മണി സമയത്ത് കഴിക്കാം. അതും നല്ലത് എന്ന് പറയുന്നത് വേവിച്ച ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ പ്രിഫറബിളി
ബിഫോർ ബോയിൽഡ് ഡയറ്റ്. അതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണത്തിന് മുമ്പേ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത് പൊതുവെ. അപ്പോൾ അല്ല, ഇതിൽ ഒന്നുകൂടി സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഫ്രൂട്ട്സ് മാത്രമാക്കി കഴിക്കുന്ന പല ആളുകളുണ്ട്. ഡയറ്റിലാണ്, നിങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്കാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. വേറെ മീൽസ് ഒന്നും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഒരു നേരം മാത്രം ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്തും നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് കഴിക്കണം. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉറങ്ങി കഴിയുന്ന സമയത്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ അവിടെ റെസ്റ്റ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഓവറായിട്ട് വല്ലാതെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നിങ്ങൾ രാത്രി നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ കൂടുന്ന സമയത്ത് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. യാതൊരു പ്രശ്നവുമില്ല. ഓവർ റൈപ്പൻഡ് ആവരുത്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആവരുത്. ഓക്കെ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്നതോ? ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്ന സമയത്ത് നാരുകൾ നഷ്ടപ്പെടുന്നു. പിന്നെ എന്തിനാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്? യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കഴിക്കുക. ജ്യൂസ് ആക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ഓക്കെ. അതിൽ പിന്നെ നമുക്കിപ്പോൾ അടുത്ത് കണ്ടൊരു കാര്യമാണ്, നമ്മൾ ഈ ഫ്രൂട്ട്സ് സ്ഥിരമായിട്ട് നമ്മൾ രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവരെ ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് കുറേ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടായിരിക്കും. എല്ലാത്തിനും അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ആ ക്വാണ്ടിറ്റിയിൽ ഫൈബേഴ്സ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഒന്നും വരില്ല. നമ്മൾ ഉറങ്ങാൻ ഏറ്റവും പറ്റിയ സമയം ഏതാണ്? രാത്രി 10 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. അതായത് ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങണം എന്നാണ് നമ്മൾ സയന്റിഫിക്കലി പറയുക. ഇന്നത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി ആകുമ്പോഴാണ് പലരും വീടുകളിൽ പോലും എത്തുന്നത്. അപ്പം ഉറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണി 3 മണി ഈ റേഞ്ചിനുള്ളിലാണ് ആൾക്കാർ ഉറങ്ങുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയമാണ് ഈ 11 മണി 1 മണി ഈ ഇടയ്ക്കുള്ള സമയം. അപ്പം നമുക്ക് ഈ സമയങ്ങളിൽ ഉറങ്ങുന്നത് നമ്മുടെ കോർട്ടിസോൾ ലെവലും സ്ട്രെസ് ഹോർമോൺ ലെവലും ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഫോളോഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾ, സ്ട്രോക്ക് പോലെ, ഹൈപ്പർ ടെൻഷൻ പോലെ, എന്താ പറയുക, ക്യാൻസേഴ്സ് വരെ നമുക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണല്ലോ എല്ലാം ഇതിന് ഫോളോ ചെയ്ത് വരുന്നത്. സ്ഥിരമായിട്ട് രാത്രി 12 മണിക്ക് ശേഷം ഉറങ്ങുന്ന ആളുകളോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ള ഒരു കാര്യമുള്ളൂ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വയസ്സാവാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഒരു 35 വയസ്സാകുമ്പോഴത്തേനും നിങ്ങൾ നല്ലൊരു രോഗിയായിട്ടുണ്ടാവും. ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകുന്നൊരു സ്റ്റേറ്റ് ആണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത്, അതിൻ്റെ കാര്യം പറയണ്ട. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, BP എല്ലാം ഫ്ലക്ച്വേഷൻസ് ആവാം. പിന്നെ പറയുകയാണെങ്കിൽ ക്യാൻസേഴ്സ് വരെ വരാം. പിന്നെന്താ, ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ ഫോളോഡ് ആയിട്ട് ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ യൂറിക് ആസിഡ് കൂടുക, കിഡ്നി ഫംഗ്ഷനിങ്ങിലൊക്കെ പ്രോബ്ലംസ് വരിക, പിന്നെന്താണ് നമുക്ക് സെക്ഷൽ പ്രോബ്ലംസ് വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഏർലി ഏജിങ് ആണ് നേരത്തെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പോയിന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി 12 മണിക്ക് ശേഷം സ്ഥിരമായിട്ട് ഉറങ്ങുന്ന എന്നെ പോലുള്ള ആളുകളോട് ഡോക്ടർ അത്രയും നല്ലൊരു അഡ്വൈസാണ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആവാറുണ്ട്. എന്നാലും പരമാവധി നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ലൈഫൊക്കെ നോക്കുന്ന സമയത്ത് സമയം കൂടി വരും. കാര്യം ഇപ്പോൾ പ്രായ വ്യത്യാസം ഇല്ലാണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. ചെറിയ കുട്ടികളിൽ പോലും ഷുഗർ കാണുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഡോക്ടറെ എക്സ്പീരിയൻസിൽ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡയബറ്റീസിനെ കുറിച്ചിട്ടാണല്ലോ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം ഇവൻ നന്നായിട്ട് വണ്ണം വെച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പഠനത്തിൽ ഭയങ്കര കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഈ സമയത്തൊന്ന് അവർ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിൽ കാണിക്കുന്നത് ഫാസ്റ്റിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷുഗർ കാണിക്കുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ് ഇപ്പം ഷുഗർ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഒരുപാട് ജീവിത നിലവാരം ഉയർന്നു. ഇപ്പം നമ്മൾ കുട്ടികളെ ആണെങ്കിലും പുറത്ത് കളിക്കാനോ ഒന്നിനും വിടുന്നില്ല. 24 മണിക്കൂർ അവരൊരു ഫോൺ പിടിച്ചിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫുഡ് കുത്തി തീറ്റിപ്പിക്കുകയാണ്. അവർക്ക് ഇത്ര മിനിമമായിട്ട് കുറച്ചൊരു ഭക്ഷണം മാത്രം മതി. പക്ഷേ വീട്ടിലെ പാരൻസ് അവനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട് നോക്കുകയാണെങ്കിലും അവരുടെ പാരൻസ് ആണെങ്കിലും അത്യാവശ്യം വണ്ണമുള്ള ഒരു ഫാമിലിയാണ്. കുട്ടിക്കാണെങ്കിലും അത്യാവശ്യം വണ്ണുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുട്ടികളിലും ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരികയാണ്. അവൻ ആ ഡയബറ്റീസ് ആ ഒരു പ്രായത്തിൽ അത് ക്യൂർ ചെയ്യുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം, കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരാം. അപ്പം എന്താണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആളുകൾ. അപ്പോൾ നമ്മളിപ്പം ഉറക്കത്തിൻ്റെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡയബറ്റിക് സിമ്പിളായിട്ട് ക്യൂർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്?
ഡയറ്റ് പ്ലസ് എക്സസൈസ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. മെഡിസിൻ എന്ന് പറയുന്ന ഒരു തേർഡ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ പേഷ്യൻസിനോട് തന്നെ പറയുന്നത്. അപ്പോൾ ഓൾറെഡി മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. നമ്മുടെ ഡയറ്ററി മാനേജ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് വർക്കൗട്ടിലൂടെയൊക്കെ നമ്മളത് നോർമലാക്കി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഡയബറ്റിക് പേഷ്യൻ്റ് വന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ടായിരിക്കും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് അത് ക്യൂർ ചെയ്തിട്ട് മെഡിസിൻ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുള്ളത്? ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് മന്ത് 2 പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു. രണ്ടുപേരും ഡയബറ്റിക് ആണ്. പാരമ്പര്യമായിട്ട് അവരുടെ ഫാമിലിയിൽ ഫാദേഴ്സിനൊക്കെ ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും മെഡിക്കേഷൻസ് എടുത്തു. ഞാൻ കറക്റ്റായിട്ടുള്ള ഡയറ്റ് നമ്മൾ കൊടുത്തു. നമ്മൾ കറക്റ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്തു. ഒരു 1 മന്ത് മോണിറ്റർ ചെയ്തു. ഈ സമയത്ത് സംഭവിച്ചത് ഹസ്ബൻഡ് നല്ല കറക്റ്റായിട്ട് ആൾ ഡയറ്റ് എടുത്തു, മെഡിക്കേഷൻസ് ഒക്കെ കഴിച്ചു, നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തു. എന്നിട്ട് ആളുടെ ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നോർമൽ റേഞ്ചിലോട്ട് വന്നു. എന്നാൽ വൈഫ് എന്ന് പറയുന്ന സമയത്ത് ആൾ മെഡിക്കേഷൻസ് മാത്രം കഴിച്ചിരുന്നു, എക്സസൈസ് ചെയ്തില്ല, ഡയറ്റ് ഫോളോ ചെയ്തില്ല. അവരിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. അപ്പം ആ ഒരു ഹസ്ബൻഡിന് നമുക്ക് 1 മന്ത് കൊണ്ട് തന്നെ നല്ലൊരു അതിൽ ചേഞ്ചസ് കണ്ടു. അതായത് 190 ഫാസ്റ്റിങ്ങിൽ നിന്നത് ഒരു 140 വന്നു. ആൾ കറക്റ്റായിട്ട് നമ്മൾ, കാരണം മെഡിക്കേഷൻസ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ഡയബറ്റീസിനെ നോർമലാക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഡയറ്റും എടുത്തു പ്ലസ് എക്സസൈസും ആൾ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർക്കും ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും ഒരു എക്സ്പീരിയൻസ്? ഞാൻ നാച്ചുറോപ്പതി ഡോക്ടറാണെന്ന് അറിയാലോ. അപ്പം മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത ഡയറ്റും എക്സസൈസും തന്നെയാണ്. അതായത് അവർക്ക് 5 നേരം കൊടുക്കേണ്ട ഭക്ഷണം അതേപോലെ കൊടുത്തിട്ടാണ് ഞാൻ മോണിറ്റർ ചെയ്തത്. അതായത് രാവിലെ അവരോട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് പറഞ്ഞാൽ ചിക്കു പോലുള്ള മധുരം കൂടി ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് പകരം പേരയ്ക്ക കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ലഞ്ചിനാണെങ്കിലും ചോറ് കുറച്ചിട്ട് പച്ചക്കറി കൂടുതൽ എടുത്തിട്ടും സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുമാണ് ഡയറ്റ് കൊടുത്തിട്ടുണ്ടായത്. അവർക്ക് ഇതുപോലെ തന്നെ ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്തപ്പം ഒരു 1 മന്ത് എടുത്തില്ല, ഒരു 2 വീക്സ് കൊണ്ട് തന്നെ അവർക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടാമത് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ സംസാരിച്ചത്. കാരണം അവർക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാം കഴിക്കാൻ പറ്റി, അവർക്കൊന്നും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, എക്സസൈസ് ഒക്കെ അത്രയും നോർമലായിട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. എന്തുകൊണ്ടാണ് ഡോക്ടറെ നമുക്ക് തേങ്ങ ദിവസം കഴിക്കണം എന്ന് പറയുന്നത്? തേങ്ങ ദിവസം കഴിക്കാൻ വേണ്ടി പറയുന്നത് തേങ്ങേൻ്റെ അകത്ത് കാൽഷ്യം ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിലും അവർക്ക് നെർവിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ എപ്പോഴും കാലിന് വേദന, അതൊക്കെ അവർ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോക്കനട്ട് വെറുതെ ചുമ്മാ ചിരകിയിട്ടൊക്കെ നിങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ സമയം നമ്മൾ കോക്കനട്ട് മിൽക്ക് ചൂടാക്കുന്നുണ്ടെങ്കിൽ അത് ഓയിലായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം നല്ലതെന്ന് വെച്ചാൽ അത് പച്ചയോടുകൂടി കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് പേഷ്യൻറ്റിന് ഒരു കപ്പ് കോക്കനട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ് ഏറ്റവും നല്ല കുക്കിംഗ് ഓയിൽ ഏതാണ്? നോർമലി നമ്മൾ മലയാളികൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ ഒരു സമയത്ത് എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്തൊരു ഓയിലായിരുന്നു സൺഫ്ലവർ. കൊളസ്ട്രോൾ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞത്. പക്ഷേ സൺഫ്ലവർ ഓയിൽ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ കോശങ്ങളിലൊക്കെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഓയിലാണ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. കുക്കിങ്ങിനാണെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്. അപ്പം ഒരു കൊളസ്ട്രോൾ പേഷ്യൻറ്റിനോട് നമ്മൾ പറയുന്നത് ഒരു 3 ടീസ്പൂണിൽ കൂടുതലായിട്ട് നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ അത് കൂടുതൽ സമയം ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലായിട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. അല്ലാതെ അത് കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നത് ഒന്ന് കുറച്ചുകൊണ്ട് വരിക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്, ഡയബറ്റിക് ഭക്ഷണത്തോടെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതൊരു ഡയബറ്റിക് പേഷ്യൻ്റ് എങ്ങനെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി എന്തായിരിക്കണം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇപ്പം പേഷ്യൻ്റ് വെറും ഡയബറ്റീസ് മാത്രമായിട്ട് വരുന്ന ആളുകളുണ്ട്. അവർക്ക് വലിയ വണ്ണമൊന്നുമില്ല, ഡയബറ്റീസ് മാത്രം വന്ന സമയത്ത് നമ്മൾ എന്ത് പറയുക അവരോട്, നിങ്ങൾ നോർമലി കഴിക്കുന്ന ഡയറ്റ്, നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിനൊരു ഡയറ്റ് ഫോമിലോട്ട് കൊണ്ടുവരിക. പക്ഷേ അത്യാവശ്യം വണ്ണുള്ള ആളുകളാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ആവുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ പുട്ട് അല്ലെങ്കിൽ പത്തിരി ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അതിനൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് മുട്ട നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ രാവിലെ തന്നെ അവർക്ക് ചിക്കൻ നമുക്ക് വേവിച്ച് കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം അതൊരു ലീൻ മീറ്റിൽ പെടുന്നതാണ്. മെറ്റബോളിസം കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് ഫാറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അത് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോറ് തന്നെ കഴിക്കണം എന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റെന്തെങ്കിലും ഫിഷ് ഐറ്റംസോ
അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ സാലഡ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചപ്പാത്തിയിലുള്ള അളവ് കുറയ്ക്കുക. 1-2 ചപ്പാത്തി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല. അപ്പോൾ പണ്ടത്തെ കാലമൊക്കെ നോക്കുകയായിരുന്നെങ്കിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് കൂടുതലും പ്യുവർ ആയിട്ടുള്ളതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുന്ന സമയത്ത് അത് കൂടുതലായിട്ടും ജനറ്റിക്കലി മോഡിഫൈഡ് ആയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഗ്ലൂട്ടൻ അലർജി കാര്യങ്ങളൊക്കെ ആളുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നോർമലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ കോഴിമുട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ലെസിത്തിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അത് നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം 1-2 കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫ്രിട്ടാട്ടൊക്കെ പോലെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പറ്റൈറ്റിനും സമാധാനമാണ്, നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്ത് കഴിക്കുന്നത് യൂസ്ഫുൾ ആണ്. ഞാനൊരു മാസം കൊണ്ട് 15 കിലോ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നോർമലി വർക്കൗട്ട് ചെയ്യുന്ന ആളല്ല എങ്കിലും ഞാൻ ഈ സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ മെയിനായിട്ട് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ആകെ ഒഴിവാക്കിയിട്ടുള്ളത് ചോറും ചപ്പാത്തിയും മാത്രമാണ്. പഞ്ചസാരയും ഞാൻ ഒഴിവാക്കി. ഈ 3 കാര്യങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ബീഫ് കഴിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനത്തെ മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബ്രോസ്റ്റഡ് ആ ടൈപ്പ് ഞാൻ കഴിച്ചിട്ടില്ല, അല്ലാതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് പലപ്പോഴും ഇങ്ങനെ വെയിറ്റ് കുറച്ചെന്ന് അറിയുന്ന സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് പല ആളുകൾക്കും ഞാൻ കഴിച്ച ഫുഡുകൾ. അപ്പോൾ പല ആൾക്കും ഭയങ്കര വണ്ടറാണ്. ഇത് പറഞ്ഞ ഈ ഡോക്ടർ നിങ്ങൾ 2 പേരും പറഞ്ഞ ആ സെയിം സാധനം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 1 മാസം കൊണ്ട് തന്നെ 15 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തത് നോൺ വെജ് ഐറ്റംസ് ആണ്. അതിൽ തന്നെ ചിക്കനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആ ബ്രസ്റ്റ് പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ മെറ്റബോളിസം കൂടുതലായിട്ടും ആ ഒരു പാട്ട് എന്ന് പറയുന്നത് നല്ല കൊഴുപ്പുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് മെറ്റബോളിസം കൂടുമ്പോൾ എന്താ ഓൾറെഡി നമ്മുടെ ഫാറ്റ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് വേണ്ടി ബോഡി എനർജി എടുക്കുന്നത് ഈ ഓൾറെഡി ഉള്ള കൊഴുപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക, അതാണ് പേഷ്യൻസിനോട് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഹ്യൂജ് ചേഞ്ചാണ് ഈ പറഞ്ഞ ഇതിലൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ 101 ഞാൻ വെയിറ്റ് അതിനുശേഷം, അതായത് ഞാനിപ്പോൾ ഏകദേശം ആ ഒരു വെയിറ്റ് കുറച്ച് 1 ഇയറായി. അതിനുശേഷം ഞാൻ പിന്നെ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 101 ഞാൻ ജസ്റ്റ് 20 ഡേയ്സ് കൊണ്ട് തന്നെ 10 കിലോ കുറച്ചിട്ട് 91 എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇതും ഈ സെയിം പാറ്റേണൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി കാപ്സ് കട്ട് ചെയ്തു, ബാക്കി എല്ലാ ഫുഡുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളോട് പറയാനുള്ള പ്രത്യേകിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഒഴിവാക്കുകയല്ല വേണ്ട. ഈ പറഞ്ഞ പോലെ എന്ത് അസുഖമാണെങ്കിലും ഭക്ഷണം ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളത് കൺട്രോൾ ചെയ്യുക. അതിനൊരു വേണ്ടതും വേണ്ടാത്തതും തരംതിരിച്ച് ഉപയോഗിക്കുക. അതെ നമ്മൾ ഒരു എക്കോസിസ്റ്റം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റിലൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, വീട്ടുകാർക്കൊക്കെ പ്രശ്നമാണ് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, 2 ദിവസം എനിക്ക് ഈ ഫുഡാണ് വേണ്ടതെന്ന് പറഞ്ഞ സമയത്ത് അവർ കൃത്യമായിട്ട് ഒന്നുമില്ല, അവർ രാവിലെ പിന്നെ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ രാവിലെ കഴിച്ചതെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം കഴിച്ചു, എഗ്ഗ് കഴിച്ചു, ഈ സാധനം കഴിക്കും. പിന്നെ അവരെന്തോ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കും. അത്രേ ഉള്ളൂ. വേറൊന്നും ഞാൻ അല്ലാതെ നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാലഡ്സ് തന്നെ രാവിലെ കഴിക്കണം അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ കേസിൽ ഞാൻ അതാണ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് അത്. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പാടില്ല, ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ പീസിനെ പോലെ തന്നെയാണ് മെന്റൽ പീസും. നമുക്കൊരു സമാധാനം കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്ലേറ്റ് ചെയ്യുക, അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുക. അപ്പോഴേ നമുക്ക് ബോഡിയിലും പിടിക്കുള്ളൂ. അതിനോട് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലേറ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനോട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നമുക്കിപ്പോൾ ഡയബറ്റിക്കിൻ്റെ കേസിലാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ആണല്ലോ നമുക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 14 ദിവസം നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയ സമയത്ത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻസ് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ആയിരുന്നു, എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുഖക്കുരു അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 14 ദിവസം നമ്മൾ ഷുഗർ സ്കിപ്പ് ചെയ്ത സമയത്തേക്ക് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ടീനേജേഴ്സിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഈ മുഖക്കുരു, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ
സൈഡിൽ കറുപ്പ് വരിക, കഴുത്തിൽ കറുപ്പ് വരിക, പിഗ്മെൻറ്റേഷൻ വരിക എന്നോ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ ടീനേജേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ എൻ്റെ പേഴ്സണലി നമ്മളെപ്പോഴും അവരോട് പിന്നെ ഒരു സജഷൻ കൊടുക്കാനുള്ള വെച്ചാൽ ഡയറ്റ് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക, പഞ്ചസാര മാത്രം, ബാക്കി എന്തും കഴിച്ചോട്ടെ. അവർ ഷുഗർ നല്ലപോലെയുള്ള ഫുഡുകൾ മാത്രം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഷുഗർ നമുക്കറിയാം അതൊരു വൈറ്റ് പോയിസൺ എന്നാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. അതിലൊന്നാമതായിട്ട് പറയുന്നത് വൈറ്റ് റൈസ് ആണ്, രണ്ടാമതായിട്ട് പറയുന്നത് മൈദയാണ്, മൂന്നാമതായിട്ട് പറയുന്നത് ഉപ്പാണ്, നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സോൾട്ടാണ്, നാലാമതായിട്ട് പറയുന്നത് പാലാണ്. പാലിൽ തന്നെ നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് പാലുകളാണ്. ഓർഗാനിക് ആയിട്ടുള്ള പാല് അല്ലെങ്കിൽ മിൽക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുന്നുണ്ടോന്ന് വലിയ പ്രശ്നമല്ല. ഈ പറയുന്ന ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ ഉപയോഗം കുറയ്ക്കുക. അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനല്ല നമ്മൾ പറയുന്നത്. ചില ഒക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വൈറ്റ് റൈസ് കഴിക്കേണ്ടി വരും, മൈദ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഡയബറ്റിക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അതായത് പിന്നെന്താ പറയുക, നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ, മെഡിസിൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംസാരിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ പറഞ്ഞ ഡയബറ്റിക് ആണെങ്കിൽ ഏത് ലൈഫ് സ്റ്റൈൽ അസുഖമാണെങ്കിലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് പട്ടിണി എടുക്കണമെന്നോ അല്ലെ ഭയങ്കരമായിട്ട് ഹെവി എക്സസൈസ് ഒന്നും വേണ്ട. നമുക്ക് നമ്മളെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ലിമിറ്റഡ് ആക്കിയിട്ട് ഒന്ന് ക്രോഡീകരിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.